സ്വാഗതം. ആൾട്ടസ് എക്സ്ലിയുടെ വിഖ്യാതമായ ബ്രേവ് ന്യൂ വേൾഡ് എന്ന ഭയാനകമായ എന്നാൽ അത്രതന്നെ ആകർഷകമായൊരു ഡിസ്റ്റോപ്യൻ ലോകത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കും, മനുഷ്യന്റെ സ്വാതന്ത്ര്യം മുഴുവൻ പണയം വെച്ചിട്ട് തികച്ചും കൃത്രിമമായി നിർമ്മിച്ചെടുത്തൊരു സുഖസൗകര്യങ്ങളുടെ ലോകം. അതൊരു പക്ഷേ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൃശ്യസമ്പന്നവും വളരെ സിനിമാറ്റിക്കുമായ ഈയൊരു വിശകലനത്തിൽ ശാസ്ത്രവും ഭരണകൂടവും ചേർന്ന് മനുഷ്യന്റെ ഏറ്റവും സൂക്ഷ്മമായ വികാരങ്ങളെപ്പോലും എങ്ങനെയാണ് ഇല്ലാതാക്കുന്നതെന്ന് നാം കാണാൻ പോവുകയാണ്. വികാരങ്ങളില്ലാത്ത വെറും രാസപ്രവർത്തനങ്ങൾ മാത്രമുള്ളൊരു യന്ത്രലോകത്തേക്കാണ് നമ്മുടെ യാത്ര. ശരി, തുടങ്ങാം അല്ലേ? ശരി, നമുക്കിതിലേക്ക് നേരിട്ട് തന്നെ കടക്കാം. നിങ്ങളിതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. രോഗങ്ങളില്ല, വാർദ്ധക്യമില്ല, യുദ്ധങ്ങളേയില്ല. എല്ലാവരും എപ്പോഴും തികഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ലോകം. കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമാണല്ലേ? പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതിനു പകരമായി നിങ്ങൾ എന്തൊക്കെ കൊടുക്കണമെന്നറിയാമോ? നിങ്ങളുടെ പ്രണയം, സ്വന്തമായി തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, കല, ഉറ്റവർ. എന്തിന്, നിങ്ങളുടെ കുടുംബമെന്ന സങ്കല്പം പോലും എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നാലോ? ഹക്സ്ലിയോടെ വേൾഡ് സ്റ്റേറ്റ് എന്ന നിർമ്മിത ലോകം നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത് ഇത്രയും ഭയാനകമായൊരു ദാർശനിക ചോദ്യമാണ്. എന്തു തോന്നുന്നു? ഇതിന്റെ ആദ്യഭാഗത്തേക്ക് വരാം. സമൂഹം, വ്യക്തിത്വം, സ്ഥിരത. ഈ പുതിയ ലോകത്തിന്റെ അടിസ്ഥാനം തന്നെ അവരുടെ ഈ മുദ്രാവാക്യത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. മനുഷ്യരിവിടെ വ്യക്തികളല്ല കേട്ടോ, മറിച്ച് കേവലം ഒരു വലിയ യന്ത്രത്തിലെ പല്ലുചക്രങ്ങൾ മാത്രമായി അവരെ മാറ്റുന്നൊരു തത്വശാസ്ത്രമാണിത്. സെൻട്രൽ ലണ്ടനിലെ തിളങ്ങുന്ന എന്നാൽ തികച്ചും അണുവിമുക്തമായ ആ ലാബുകളിലെ ഈ വലിയ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ. 16,012. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരൊറ്റ അണ്ഡാശയത്തിൽ നിന്നും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട സഹോദരങ്ങളുടെ എണ്ണമാണിത്. ഇവിടെ ഗർഭപാത്രങ്ങളില്ല, സ്വാഭാവികമായ ജനനവുമില്ല. പകരം ടെസ്റ്റ് ട്യൂബുകളും ഇൻക്യുബേറ്ററുകളുമാണ് മനുഷ്യരെ ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങൾ പോലെ വാർത്തെടുക്കുന്നത്. മനുഷ്യന്റെ ജനനം എത്രത്തോളം ഭയാനകമായ ഒരു കൂട്ടുൽപാദനമായി മാറിയെന്ന് ഈ ഒറ്റ സംഖ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എങ്ങനെയാണ് ഈ വമ്പൻ ഉൽപ്പാദനം സാധ്യമാക്കുന്നതെന്ന്, അല്ലേ? അതിന് സഹായിക്കുന്ന പ്രധാന സാങ്കേതികവിദ്യയാണ് ബൊക്കാലോവ്സ്കി പ്രക്രിയ. ഇതൊരു ക്രൂരമായ ബയോളജിക്കൽ വിധിയാണ്. ഒരു ഭ്രൂണം, ഒരു മനുഷ്യൻ എന്ന പ്രകൃതി നിയമത്തെ അവർ അപ്പാടെ അട്ടിമറിച്ചു. പകരം ഒരു ഭ്രൂണത്തെ രാസപരമായി വിഭജിച്ച് ഒരേപോലെയുള്ള 96 മനുഷ്യരെ അവർ പകർകൊടുക്കുന്നു. അതെ, 96 ക്ലോണുകൾ. സമൂഹത്തിൽ സ്ഥിരത ഉറപ്പാക്കാനും സ്വന്തമായി വ്യക്തിത്വം പൂർണ്ണമായും ഇല്ലാതാക്കാനും ഈ ഭരണകൂടം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണിത്. ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആരാകണം, എന്ത് പണിയെടുക്കണമെന്ന് ഭരണകൂടം തീരുമാനിച്ചാലോ? ഈ പൗരന്മാരുടെ ജീവിതചക്രം അങ്ങനെയാണ്. ആദ്യം എക്സ്റേ ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ വിഭജിക്കുന്നു. പിന്നീട് ജനിക്കുന്ന ഓരോരുത്തരും എവിടെ ജോലി ചെയ്യണമെന്നത് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. ഉദാഹരണത്തിന്, കടുത്ത ചൂടിൽ പണിയെടുക്കേണ്ട ഒരു തൊഴിലാളിയാണെങ്കിൽ ആ ഭ്രൂണത്തിന് കഠിനമായ ചൂട് നൽകി പരിശീലിപ്പിക്കുന്നു. ചിന്തിക്കാൻ പോലും പേടിയാകുന്നുണ്ടല്ലേ? ഭരണാധികാരികളായ ആൽഫകൾ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള എപ്സിലോണുകൾ വരെയുള്ള ഒരു കൃത്രിമ ശ്രേണി ജനനത്തിനു മുൻപേ അവർ ഫിക്സ് ചെയ്തു കഴിഞ്ഞു. ഭാഗം 2. സന്തോഷത്തിന്റെ ഘടന. ഇനി ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ഈ ഭരണകൂടം വെറും ശാരീരികമായ നിയന്ത്രണങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. അവർ മനുഷ്യന്റെ ആഴത്തിലുള്ള മനസ്സിനെയും ബോധപൂർവം ഹാക്ക് ചെയ്യുകയാണ്. ഇതാണ് ഹിപ്നോപീഡിയ അഥവാ ഉറക്കത്തിലുള്ള പഠനം. ശരിക്കും ചോരയുറയുന്നൊരു പ്രക്രിയയാണത്. കുഞ്ഞുങ്ങളുറങ്ങുമ്പോൾ അവരുടെ ചെവികളിൽ ആയിരക്കണക്കിന് തവണ ഒരേ സന്ദേശങ്ങൾ ആവർത്തിച്ചു മന്ത്രിക്കും. അങ്ങനെ പുസ്തകങ്ങളോടും പ്രകൃതിയോടും അവർക്ക് എന്നേക്കുമായി വെറുപ്പുണ്ടാക്കുന്നു. എപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും തങ്ങളുടെ അടിമത്തം നിറഞ്ഞ സാമൂഹിക പദവിയിൽ അഭിമാനിക്കാനും അവരെ അക്ഷരാർത്ഥത്തിൽ പ്രോഗ്രാം ചെയ്യുന്നു. ഈ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ സ്വയം ചിന്തിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് തന്നെ അവർ നശിപ്പിച്ചു കളയുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ നിർത്തുന്നില്ല. ഈ ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തവും അപകടകരവുമായ ആയുധമാണ് സോമ എന്ന രാസവസ്തു. നോക്കൂ, ഇതൊരു സാധാരണ മയക്കുമരുന്നല്ല. മനുഷ്യന്റെ സങ്കീർണമായ വികാരങ്ങളെ മുഴുവൻ മരവിപ്പിക്കുന്ന ഒരു മാന്ത്രിക ഗുളികയാണിത്. ആർക്കെങ്കിലും ചെറിയൊരു വിഷമമോ ദേഷ്യമോ വന്നാൽ ഉടൻ അവർ സോമ കഴിക്കും. പണ്ടുകാലത്ത് മതവും ആത്മീയതയുമൊക്കെ മനുഷ്യന് നൽകിയിരുന്ന ആശ്വാസം ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ചെറിയ ഗുളികകളിലൂടെ അവർക്ക് ലഭിക്കുന്നു. കണ്ണുനീരില്ലാത്ത ക്രിസ്തുമതം എന്നാണിതിന് വിളിക്കുന്നത്. ഈ നിർമ്മിത ലോകത്തിന്റെ മുഴുവൻ ക്രൂരതയും ഹാച്ചറി ഡയറക്ടറുടെ ഈ വാക്കുകളിൽ നമുക്ക് കാണാം. എല്ലാ കണ്ടീഷനിങ്ങിന്റെയും ലക്ഷ്യം ഇതാണ്: ആളുകളെ അവരുടെ മാറ്റാൻ കഴിയാത്ത സാമൂഹിക വിധി ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുക. അതായത്, നിങ്ങൾക്ക് നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയില്ല, അതുകൊണ്ട് ആ അടിമത്തം ഇഷ്ടപ്പെടാൻ ഞങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കും. പരിപൂർണമായ സാമൂഹിക സ്ഥിരത വേണമെങ്കിൽ മനുഷ്യൻ മാനസികമായി പൂർണ്ണമായും കീഴടങ്ങണമെന്ന് അദ്ദേഹം വളരെ നിസ്സാരമായി പറയുകയാണ്. ആരും ഒരിക്കലും ചോദ്യം ചെയ്യാത്ത ഒരു അടിമക്കൂട്ടം, അതാണ് അവരുടെ ലക്ഷ്യം. ഭാഗം 3.
ദി സാവേജ് റിസർവേഷൻ. നമ്മൾ ഇതുവരെ കണ്ട അണുവിമുക്തമായ ആ തണുത്ത നഗരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് നാം മാറുകയാണ്. പൊടിയും അഴുക്കും നിറഞ്ഞ ന്യൂമെക്സിക്കോയിലെ പഴയകാല ലോകം, ഒരു യഥാർത്ഥ ലോകം. ഇവിടെ ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ശരിക്കും അതിശയകരമാണ്. ബെർണാഡിന്റെയും ലെനിനയുടെയും കണ്ണുകളിലൂടെയാണ് നാം ഇത് കാണുന്നത്. വേൾഡ് സ്റ്റേറ്റിലെ യന്ത്രവൽകൃതമായ തണുപ്പിൽ നിന്നും മാറി രക്തവും വിയർപ്പും കലർന്ന യാഥാർത്ഥ്യമാണ് ഈ റിസർവേഷൻ. അവിടെ രോഗങ്ങളുണ്ട്, ആഴത്തിലുള്ള പ്രണയമുണ്ട്, കണ്ണുനീരുള്ള കുടുംബബന്ധങ്ങളുണ്ട്, പിന്നെ ഇഷ്ടം പോലെ അഴുക്കുമുണ്ട്. വികാരങ്ങളില്ലാതെ വളർന്ന ലെനിനയ്ക്ക് ഈ അഴുക്കും ഇവിടുത്തെ യഥാർത്ഥ വികാരങ്ങളും ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ബെർണാഡ് എന്ന കഥാപാത്രത്തിന്റെ ഈ ഒരു ചിന്ത പ്രസക്തമാകുന്നത്. എത്ര സന്തോഷവാനാണെങ്കിലും മറ്റൊരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രതിവിദ്രോഹ ചിന്തയാണ് നമ്മെ കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിലേക്ക് നയിക്കുന്നത്, ജോൺ ദ സാവേജ്. ലണ്ടനിലെ ഈ കൃത്രിമ ജീവിതം മടുത്ത് എന്ത് വേദന സഹിച്ചാലും താനായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ഷേക്സ്പിയറുടെ കവിതകൾ വായിച്ചു വളർന്ന, യഥാർത്ഥ വികാരങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വേണ്ടി ദാഹിക്കുന്ന, ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമുള്ളൊരു പച്ചയായ മനുഷ്യനാണ് ജോൺ. ഭാഗം 4. ലോകങ്ങളുടെ കൂട്ടിയിടി. ജോൺ എന്ന ഈ കാടൻ മനുഷ്യനെ ലണ്ടനിലെത്തിക്കുന്നത് വെറുമൊരു യാത്രയായിരുന്നില്ല. അത് തികച്ചും വിരുദ്ധമായ രണ്ട് ചിന്താധാരകളുടെ, രണ്ട് ലോകങ്ങളുടെ വലിയൊരു കൂട്ടിയിടിയായിരുന്നു. നാഗരികതയിലേക്കുള്ള ജോണിന്റെ ഈ യാത്രയുടെ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ആദ്യം ലണ്ടൻ നിവാസികൾക്ക് ജോൺ ഒരു വിചിത്രമായ കൗതുകവസ്തുവായിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരശൂന്യമായ വിനോദങ്ങളും എപ്പോഴും മയങ്ങിയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ സോമയും അവനിൽ കടുത്ത അറപ്പുളവാക്കി. ഒടുവിൽ സ്വന്തം അമ്മ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ പോലും യാതൊരു സങ്കടവുമില്ലാതെ എല്ലാവരും സോമ വാങ്ങാൻ നിൽക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ അവൻ ആ മരുന്നുകൾ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതോടെ വലിയൊരു കലാപത്തിന് അവൻ തിരികൊളുത്തുകയാണ്. ഭാഗം 5. സങ്കടപ്പെടാനുള്ള അവകാശം. കലാപത്തിന് ശേഷം കഥ അതിന്റെ ഏറ്റവും ഗൗരവമേറിയ ദാർശനികമായ സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. കവിതയുടെയും മനുഷ്യത്വത്തിന്റെയും പ്രതിനിധിയായ ജോണും ലോകം നിയന്ത്രിക്കുന്ന ലോകഭരണാധികാരി മുസ്തഫ മോണ്ടും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മുഖാമുഖം. മോണ്ട് വളരെ ലളിതമായും എന്നാൽ നമ്മെ ഭയപ്പെടുത്തുന്ന യുക്തിയോടെയും കാര്യങ്ങൾ ജോണിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ പട്ടിക നോക്കൂ. ഉന്നതമായ കലയോ സത്യത്തിനായുള്ള അന്വേഷണമോ ദൈവവിശ്വാസമോ ഒന്നും ഒരു സ്ഥിരതയുള്ള സമൂഹത്തിന് ആവശ്യമില്ല എന്നാണ് മോണ്ട് പറയുന്നത്. സത്യവും സൗന്ദര്യവും അന്വേഷിക്കുന്ന മനുഷ്യർ എപ്പോഴും അസ്വസ്ഥരായിരിക്കുമത്രേ. അതിനാൽ ജനങ്ങളുടെ എപ്പോഴുമുള്ള സുഖസൗകര്യങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ആ പഴയ മാനുഷിക മൂല്യങ്ങളെയെല്ലാം അവർ ബോധപൂർവം വെട്ടിമാറ്റി. എങ്ങനെയുണ്ടാ ലോജിക്? ഇത് വളരെ മനോഹരമായി നമ്മെ കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ വികാരങ്ങളോ പോരാട്ടങ്ങളോ കഷ്ടപ്പാടുകളോ ഇല്ലാത്തവരിടത്ത് ദുരന്തങ്ങൾ മാത്രമല്ല ഉണ്ടാകാത്തത്, അവിടെ മഹത്തായ സന്തോഷവും ഉണ്ടാകില്ല എന്നതാണ് സത്യം. മനുഷ്യന്റെ എല്ലാ മഹത്വങ്ങളെയും നശിപ്പിച്ചുകൊണ്ടാണ് അവർ ആ ശാന്തത നിർമ്മിച്ചെടുത്തത്. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആധുനിക സന്തോഷമെന്നത് കേവലം അർത്ഥമില്ലാത്തൊരു ശൂന്യത മാത്രമാണെന്ന് മോണ്ട് തന്നെ പരോക്ഷമായി സമ്മതിക്കുകയാണ്. എന്നാൽ ഈ സുരക്ഷിതമായ ലോകത്തെ തള്ളിക്കളയുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് നൽകേണ്ടിവരുന്ന യഥാർത്ഥ വില എന്താണെന്നും മോണ്ട് ജോണിനെ ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ കഠിനമാണ്. വാർദ്ധക്യത്തിന്റെ ജീർണതകൾ, നിരന്തരമായ ഭയം, ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ, ഒടുവിൽ കൊടുംവേദനകൾ, ഇതെല്ലാം അടങ്ങിയതാണ് ആ യഥാർത്ഥ സ്വാതന്ത്ര്യം. ഈ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം ദുർബലനാക്കുമെന്ന് മോണ്ട് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെയാണ് ജോൺ ലോകപ്രശസ്തമായ ആ മറുപടി നൽകുന്നത്. ഒരു കൊടുങ്കാറ്റുപോലെ എല്ലാ കൃത്രിമ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ പ്രഖ്യാപിക്കുന്നു, സങ്കടപ്പെടാനുള്ള അവകാശം ഞാൻ ഉന്നയിക്കുന്നു. തനിക്ക് വേദനിക്കാനും സങ്കടപ്പെടാനും രോഗിയാകാനുമുള്ള മനുഷ്യസഹജമായ അവകാശം വേണമെന്ന്. വേദനകളില്ലാത്ത അർത്ഥശൂന്യമായ ഒരു അടിമ ജീവിതത്തേക്കാൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണെങ്കിലും പൂർണ്ണമായും സ്വതന്ത്രമായൊരു ജീവിതമാണ് തനിക്ക് വേണ്ടതെന്ന് ജോൺ ഉറപ്പിച്ചു പറയുന്നു. ശരിക്കും ഒരു ഗൂസ്ബംസ് നിമിഷമല്ലേ? അപ്പോൾ ഈ വിശകലനം നാം അവസാനിപ്പിക്കുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ്. നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. 1. യാതൊരു വേദനയുമില്ലാത്ത എന്നാൽ മറ്റാരോ നിയന്ത്രിക്കുന്ന സുരക്ഷിതമായൊരു ലോകം. 2. കഷ്ടപ്പാടുകളും കണ്ണുനീരും നിറഞ്ഞ എന്നാൽ പൂർണ്ണമായും സ്വതന്ത്രമായൊരു ലോകം. ഇതിൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഈ ദാർശനിക ചിന്തകൾ നമ്മെ വളരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തീർച്ചയായും മനുഷ്യനായിരിക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം തേടാൻ ആൽഡസ് ഹക്സ്ലിയുടെ ഈ ലോകം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. നന്ദി.